എന്നാൽ ഇവിടെ അത് കണ്ടുനിന്ന ഡോക്ടർ ജയകൃഷ്ണനോട് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് തന്നെക്കുറിച്ച് ചിലത് ഞാൻ കേട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേട്ട കാര്യങ്ങൾ അവനോട് പറഞ്ഞു തുടങ്ങുന്നു. ജയകൃഷ്ണന്റെ വിവാഹം കഴിഞ്ഞെത്തിയ അന്ന് വൈകിട്ടാണല്ലോ ഈ ഒരു അപകടം നടന്നത്. അതിന് കാരണമായത് അവന്റെ മദ്യപാനമായിരുന്നു എന്ന്. താലി കെട്ടിയ പെണ്ണിനെ വീട്ടിലാക്കിയ ശേഷം കൂട്ടുകാർക്കൊപ്പം ബാറിലെത്തി മദ്യസൽക്കാരം നടത്തി തിരിച്ച് വീട്ടിലേക്ക് പോകും വഴിയാണ് ഈ സംഭവം നടന്നതെന്നും അങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടതെന്നും മാത്രമല്ല ജയകൃഷ്ണൻ ഒരു മദ്യപാനിയാണെന്നറിഞ്ഞ് വിവാഹം കഴിച്ച പെൺകുട്ടി അവനെ ഉപേക്ഷിച്ച് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയെന്നും അതിനാലാണ് ആ പെൺകുട്ടി ഇവിടേക്ക് അവനെ കാണാൻ വരാഞ്ഞതെന്നും ഡോക്ടർ പറഞ്ഞു നിർത്തുന്നു. തുടർന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു, താൻ കേട്ട ഇക്കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ അതിൽ പലതും ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. അതുകൊണ്ട് അതിൽ ചിലത് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞ ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ? മാത്രമല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വിഷമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മുൻകൂർ മാപ്പും ചോദിച്ചു പോകുന്നു. കാരണം താങ്കളുമായി അത്ര കണ്ടടുത്ത് ഇടപഴകിയിട്ടില്ല എങ്കിലും അടിക്കടിയുള്ള സന്ദർശനത്തിനിടെ താങ്കൾ അത്തരത്തിൽപ്പെട്ട ഒരാളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോദിച്ചു പോയതാണ് ഞാൻ. സത്യം എന്തു തന്നെയാണെങ്കിലും താൻ ആ കുട്ടിയോട് ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഇനിയൊരിക്കലും അങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കുക. എന്നാൽ ഡോക്ടർ പറഞ്ഞതും ചോദിച്ചതുമായ എല്ലാ കാര്യങ്ങളും കേട്ടിരുന്ന ജയകൃഷ്ണനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഡോക്ടറുടെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നൽകേണ്ടതെന്ന് അവനറിയില്ല. അതുകൊണ്ട് തന്നെ നേർത്ത ഒരു പുഞ്ചിരിയോടെ അവൻ ഡോക്ടറുടെ ആ മുഖത്തേക്ക് നോക്കി നിശബ്ദനായി നിന്നു. അതുകണ്ട ഡോക്ടർ പിന്നീട് ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം അത് കണ്ടുനിന്ന ജയകൃഷ്ണൻ ഡോക്ടറെ വിളിച്ചു. സാർ. ജയകൃഷ്ണന്റെ ആ വിളി കേട്ട ഡോക്ടർ പിന്തിരിഞ്ഞ് ജയകൃഷ്ണന്റെ നേർക്ക് നോക്കി. ഈ സമയം ജയകൃഷ്ണൻ തുടർന്നു, ഞാനെന്ന ഈയൊരാൾ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സാറിന്റെ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ്. സാർ നൽകിയതാണ് എനിക്ക് ഈ ജീവൻ. അതുകൊണ്ട് തന്നെ എനിക്ക് സാറിനോട് ഒന്നും മറക്കേണ്ടതില്ല. സാർ എന്നോട് ചോദിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളിൽ ചിലത് സത്യവും എന്നാൽ മറ്റു ചിലത് കള്ളവുമാണ്. അതിനാൽ യഥാർത്ഥ സത്യം അതെന്താണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ ഡോക്ടറോട് ജയകൃഷ്ണൻ അവൻ ആരാണെന്നും എന്തായിരുന്നുവെന്നും തുടങ്ങി അവന്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ ഡോക്ടറോട് പറയുന്നു. അത് കേട്ട ഡോക്ടറും ഒപ്പം നിന്ന നേഴ്സും ജയകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ശ്വാസം അടക്കി പിടിച്ച് നിശബ്ദമായി നിന്നു. ഇടയ്ക്ക് അവരുടെ മുഖത്ത് ജയകൃഷ്ണനോട് വല്ലാത്തൊരുതരം സഹതാപവും നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ ജയകൃഷ്ണൻ എല്ലാം പറഞ്ഞു തീർന്നതും അത് കേട്ടുനിന്ന ഡോക്ടർ ഒരു ദീർഘനിശ്വാസത്തോടെ തുടർന്നു, അപ്പോൾ ഇതാണല്ലേ സത്യം. ആട്ടെ, തൻ്റെ ആ മിണ്ടാപ്പെണ്ണ് താൻ നാളെ തിരിച്ചെത്തുമെന്ന കാര്യം അറിഞ്ഞു കാണുമോ? അറിയില്ല, ജയകൃഷ്ണൻ മറുപടി പറഞ്ഞു. അത് കേട്ട ഡോക്ടർ, താൻ വിഷമിക്കേണ്ടടോ, ഒക്കെ ശരിയാകും. ഇപ്പോൾ ഇത്രയും ശരിയായില്ലേ, ഇനി പതിയെ പതിയെ എല്ലാം ശരിയാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, തീർച്ച. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം കണ്ടില്ലെന്ന് വയ്ക്കാൻ മൂപ്പർക്ക് കഴിയില്ലല്ലോ. പിന്നെ ഇവിടെ നിന്നും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വയം ഡ്രൈവ് ചെയ്യാമെന്നുള്ള നിലയെത്തിക്കഴിഞ്ഞാൽ തൻ്റെ ആ ഊമക്കുട്ടിയെ ഇവിടേക്കൊന്ന് കൊണ്ടുവരണം. ഞങ്ങളും ഒന്ന് കാണട്ടെ തൻ്റെ ആ ഊമക്കുയിലിനെ. അല്ലേ സിസ്റ്ററെ? ഡോക്ടർ തനിക്കൊപ്പം നിന്ന നേഴ്സിനോട് പറയുന്നു. അത് കേട്ട് അവർ ഒന്ന് പുഞ്ചിരിച്ചു. തുടർന്ന് അവർ ഇരുവരും ജയകൃഷ്ണനോട് യാത്ര പറഞ്ഞ് അവന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ഡോക്ടറും നേഴ്സും അവിടെ നിന്നും പോയിക്കഴിഞ്ഞതും ജയകൃഷ്ണന്റെ മനസ്സിൽ ദേവൂട്ടിയുടെ മുഖം മെല്ലെ തെളിഞ്ഞു വന്നു. അതോടെ അവന്റെ മനസ്സ് അവളെ കാണാൻ വല്ലാതെ വെമ്പൽ കൊണ്ടു. ഈയൊരു രാത്രി എത്രയും വേഗം ഒന്ന് കഴിഞ്ഞു പോയിരുന്നുവെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു. നാളെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന വാർത്ത കേട്ട നിമിഷം മുതൽ അവൻ ആ പഴയ ജയകൃഷ്ണനായി മാറി. ദേവൂട്ടിക്ക് പിന്നാലെ നടന്ന് ദേവൂട്ടിയുടെ ഇഷ്ടവും അവളുടെ മനസ്സും പിടിച്ചു വാങ്ങിയ ആ ജയകൃഷ്ണൻ. ദേവൂട്ടിയുടെ വീട്ടുകാർക്ക് മുന്നിൽ അവളെ അവളുടെ വീട്ടുകാർ തനിക്ക് തരില്ല എന്നുറപ്പായ നിമിഷം തനിക്കൊരു കുടുംബജീവിതമുണ്ടെങ്കിൽ അത് അവൻ സ്നേഹിക്കുന്ന ദേവൂട്ടിയോടൊപ്പം മാത്രമായിരിക്കുമെന്നും അല്ലാത്ത പക്ഷം തനിക്കൊരു ജീവിതവും ചിലപ്പോൾ ഈ ജീവൻ പോലും ഉണ്ടാകില്ല എന്ന് ദേവൂട്ടിയുടെ വീട്ടുകാർക്ക് മുന്നിൽ സത്യം ചെയ്ത് അവളെ സ്വന്തമാക്കിയ ആ ജയകൃഷ്ണൻ. സ്വന്തം വീട്ടുകാരിൽ നിന്നും കുടുംബ ജ്യോത്സ്യനിൽ നിന്നും തൻ്റെ മരണം അത് ഉറപ്പുവരുത്തിയിട്ടും അതിൽ നിന്നും പിന്മാറാതെ
ഒന്നിച്ചുള്ള ആ ഒരു നിമിഷത്തെ ജീവിതം മാത്രം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരോട് വെല്ലുവിളി നടത്തി തൻ്റെ പ്രണയിനിയെ സ്വന്തമാക്കിയ ആ ജയകൃഷ്ണനായി ഒടുവിൽ എല്ലാ കടമ്പകളും കടന്ന് തൻ്റെ രാജ്യവും അധികാരവും സ്വന്തമാക്കിയ രാജാവിനെ പോലെ തൻ്റെ പ്രാണനായ ദേവൂട്ടിയെ സ്വന്തമാക്കിയ ആ ഒരു ജയകൃഷ്ണനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവനും അവൻ്റെ മനസ്സും. ദേവൂട്ടിയെ കാണാൻ വല്ലാതെ കൊതിപൂണ്ടു അവൻ. ആ രാത്രി അല്പം പോലും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവന് ഉറക്കം വന്നിരുന്നില്ല, അതായിരുന്നു സത്യം. എന്നാൽ ഇവിടെ മറുവശത്ത് ജയകൃഷ്ണൻ ആശുപത്രിയിൽ നിന്നും വരുന്നതിനു മുമ്പേ ദേവൂട്ടിയെ അവിടെ നിന്നും ഒഴിവാക്കാമെന്ന് പ്രതീക്ഷിച്ച ചെമ്പകശ്ശേരിയിലെ നമ്പ്യാർക്കും കൂട്ടർക്കും ഓർക്കാപ്പുറത്ത് കിട്ടിയ വലിയൊരു അടിയായിപ്പോയി ജയകൃഷ്ണൻ്റെ ഈ ഡിസ്ചാർജ് വിവരം. അതോടെ അവർക്ക് സമാധാനം നഷ്ടമായി. ജയകൃഷ്ണൻ ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി കഴിയുന്നതോടെ ദേവൂട്ടി വീണ്ടും പഴയതുപോലെയായി. ജയകൃഷ്ണന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി വല്ലാത്തൊരുതരം മാനസിക സമ്മർദ്ദത്തിലായിത്തീർന്നു അവിടെ എല്ലാവരും. മാത്രമല്ല ഇനി ഈ ഒരു അവസ്ഥയെ തകർക്കാൻ മറ്റൊരു പ്രതിവിധിയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് വന്നതോടെ എല്ലാവരുടെയും മനസ്സ് അസ്വസ്ഥമായി തീർന്നു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് ജയകൃഷ്ണൻ നാളെ ചെമ്പകശ്ശേരിയിൽ തിരിച്ചു വരുന്ന കാര്യം നാണിയമ്മയടക്കം അവിടെയുള്ള സകലരും ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. നാണിയമ്മയും മറ്റു പലരും പറഞ്ഞ ദേവൂട്ടിയും അക്കാര്യം അറിഞ്ഞിരുന്നു. എന്നാൽ അക്കാര്യം അറിഞ്ഞ നിമിഷം മുതൽ ദേവൂട്ടിയുടെ മനസ്സിൽ സന്തോഷവും അതിലുപരി സങ്കടവും ഒക്കെയായി. വല്ലാത്തൊരുതരം മാനസിക അവസ്ഥയിലായിരുന്നു അവൾ. അതോടൊപ്പം തന്നെ അവൾ തൻ്റെ മനസ്സിൽ മറ്റു ചിലതൊക്കെ കൂടി തീരുമാനിച്ച് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ജയകൃഷ്ണൻ വരുന്ന കാര്യമറിഞ്ഞിട്ടും ദേവൂട്ടിയുടെ ചെമ്പകശ്ശേരിയിലെ ആ അവസ്ഥയ്ക്കും അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾക്കും മാറ്റമൊന്നും ഉണ്ടായില്ല. ഇതിനിടെ ജയകൃഷ്ണൻ വരുന്ന വിവരമറിഞ്ഞ് വാണിയുടെ അച്ഛനും അമ്മയും 2 ദിവസം മുമ്പ് ചെമ്പകശ്ശേരിയിൽ എത്തിയിരുന്നു. അങ്ങനെ ജയകൃഷ്ണൻ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് ഇന്നേക്ക് 15 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 16-ാം ദിവസം രാവിലെ 10 മണി. ആശുപത്രി ബില്ല് പേ ചെയ്ത ശേഷം ജയനന്ദൻ ജയകൃഷ്ണൻ്റെ അടുത്തെത്തി. ഈ സമയം ആ മുറിയിൽ ജയകൃഷ്ണനെ കൂടാതെ ഭഗീരഥിയും നമ്പ്യാരും ഉണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തതിനു ശേഷം അവർ നന്ദനെയും കാത്തിരിക്കുകയാണവിടെ. നന്ദൻ മുറിയിലേക്ക് വന്നതും ഭഗീരഥിയും നമ്പ്യാരും പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ സമയം ജയകൃഷ്ണൻ ആശുപത്രി കിടന്നപ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സ് മാറ്റി വീട്ടിൽ നിന്നും കൊണ്ടുവന്ന മറ്റൊരു ഡ്രസ്സ് ധരിച്ച് ഒരുങ്ങിയിരുന്നു. അവർക്ക് പിന്നാലെ അവനും ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ജയകൃഷ്ണൻ ഒരു നിമിഷം തിരിഞ്ഞ് ആ മുറിക്കുള്ളിലേക്ക് തിരിഞ്ഞു നോക്കി. ഈ സമയം അവൻ്റെ മനസ്സിൽ ഇക്കഴിഞ്ഞുപോയ 15 ദിവസങ്ങൾ രാത്രിയും പകലും ദേവൂട്ടിയില്ലാതെ അവളുടെ മുഖം പോലും ഒന്ന് കാണാൻ കഴിയാതെ കഴിച്ചുകൂട്ടിയ തടവറയായിരുന്നു ഈ മുറി എന്ന സത്യം മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുമ്പോഴും മറുവശത്ത് തൻ്റെ സങ്കടങ്ങൾ പലതവണ താൻ പറഞ്ഞതും ഈ മുറിയിലെ ഭിത്തികളോടായിരുന്നില്ലേ എന്നോർത്തു പോകുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സും ആ മനസ്സിലെ നൊമ്പരങ്ങളും കല്ലുകൾ കൊണ്ട് പണി കഴിപ്പിച്ചതാണെങ്കിലും ഈ മുറിയിലെ ഓരോ ചുവരുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവൻ മനസ്സുകൊണ്ട് അവരോടെല്ലാം യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ആശുപത്രി മുറ്റത്ത് പാർക്ക് ചെയ്ത് കിടന്ന കാറിൻ്റെ അടുത്തെത്തി. ഈ സമയം ജയകൃഷ്ണന് മുമ്പേ ആശുപത്രി മുറിയിൽ നിന്നും സാധനങ്ങളുമായി പുറത്തേക്ക് വന്ന ഭഗീരഥിയും നമ്പ്യാരും തങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കാറിൻ്റെ പിറകിലെ ഡിക്കിയിൽ വച്ച ശേഷം കാറിനുള്ളിൽ കഴിഞ്ഞിരുന്നു. ജയകൃഷ്ണൻ കാറിൻ്റെ ഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കയറി. ഈ സമയം അത് കണ്ടുനിന്ന നന്ദനും വന്ന് കാറിൽ കയറി. ശേഷം നന്ദൻ കാർ മുന്നോട്ട് എടുത്തു. അതോടെ ആ കാർ ആശുപത്രി മുറ്റത്തു നിന്നും പ്രധാന റോഡിലേക്ക് ഇറങ്ങി. അവിടെ നിന്നും കാർ ചെമ്പകശ്ശേരി തറവാട് ലക്ഷ്യമാക്കി നീങ്ങി. ഈ സമയം ചെമ്പകശ്ശേരിയിൽ എല്ലാവരുടെയും മനസ്സുകളിൽ വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഒരിക്കൽ നഷ്ടപ്പെട്ടുപോയി എന്നു കരുതിയ ജീവൻ തിരിച്ചു പിടിച്ചുകൊണ്ട് 15 ദിവസത്തെ ആശുപത്രി ജീവിതം കഴിഞ്ഞ് ജയകൃഷ്ണൻ ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തുന്നതിൻ്റെ സന്തോഷം. അങ്ങനെ തിരിച്ചെത്തുന്ന ജയകൃഷ്ണനെ കാണാനും അവൻ്റെ സുഖവിവരങ്ങൾ അവനിൽ നിന്ന് തന്നെ കേൾക്കാനുമൊക്കെയായി അവൻ്റെ അടുത്ത ബന്ധുക്കളും ചെമ്പകശ്ശേരിയിലെത്തിയിട്ടുണ്ട്. കൂടാതെ ചെമ്പകശ്ശേരിയിലെ അടുക്കളയിൽ ജയകൃഷ്ണന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം ചെമ്പകശ്ശേരി തറവാടും തറവാട്ടിലുള്ളവരും വലിയൊരു സന്തോഷത്തിലാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വേറിട്ട് തന്നിൽ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്ത ശേഷം വളരെ നിശബ്ദമായി അവിടെയുള്ള ആരുടെയും നോക്കുദൃഷ്ടി പോലും തന്നിൽ
പതിക്കാതെ എല്ലാവരിൽ നിന്നും പരമാവധി ഒഴിഞ്ഞുമാറി ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു ആ വീട്ടിൽ. അത് മറ്റാരുമായിരുന്നില്ല, ദേവൂട്ടിയായിരുന്നു. ജയകൃഷ്ണൻ, അതായത് അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ തൻ്റെ ഭർത്താവ്, ദിവസങ്ങൾക്ക് ശേഷം വലിയൊരു മരണാവസ്ഥയിൽ നിന്നും തിരിച്ചെത്തുന്നു എന്നറിഞ്ഞിട്ടും ദേവൂട്ടിയിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. സന്തോഷമോ സങ്കടമോ അങ്ങനെയുള്ള യാതൊരുവിധ ഭീതികളും അവളിൽ ഉണ്ടായിരുന്നില്ല. ആ മനസ്സ് നിറയെ വല്ലാത്ത ഒരുതരം മരവിപ്പും ശൂന്യതയും മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. ഈ സമയം മറുവശത്തെ കാറിൽ അച്ഛനും അമ്മയും മക്കളുമാണ് ഇരുന്നതെങ്കിലും പരസ്പരം പരിചയമില്ലാത്തവരെ പോലെയായിരുന്നു അവർ 4 പേരും ആ കാറിനുള്ളിൽ ഇരുന്നത്. അതുകൊണ്ട് തന്നെ കാറിനുള്ളിൽ വല്ലാത്തൊരുതരം നിശബ്ദത തളം കെട്ടി നിന്നു. ജയനന്ദൻ കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് അത് മറ്റെവിടെയോ ആയിരുന്നു. നമ്പ്യാരുടെയും ഭഗീരഥയുടെയും മനസ്സിലാകട്ടെ ജയകൃഷ്ണൻ വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള അവിടുത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരുതരം ടെൻഷൻ നിറഞ്ഞ ചിന്തകളായിരുന്നു. എന്നാൽ ഇവർക്ക് മൂന്നാളിലുമുള്ള ചിന്തയും പ്രതീക്ഷയുമായിരുന്നില്ല ജയകൃഷ്ണൻ്റെ മനസ്സിൽ. മറിച്ച് ആ മനസ്സു നിറയെ ദേവൂട്ടിയുടെ മുഖം മാത്രമായിരുന്നു. ഈ 15 ദിവസം തന്നെ കാണാതിരുന്ന ദേവൂട്ടി ഇന്ന് തന്നെ നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്ന അവളുടെ ആ ഒരു അവസ്ഥ, അതെന്താണെന്നുള്ള ചിന്തയായിരുന്നു അവനിൽ. ഒപ്പം ആ ചിന്തയിൽ ഇത്രയും ദിവസം തന്നെ കാണാതിരുന്ന വിഷമത്താൽ ഇന്ന് തന്നെ കാണുമ്പോൾ ഓടി അടുത്തു വന്ന് ആ നാവുയർത്തി ഒന്നും പറയാൻ കഴിയാതെ നിശബ്ദമായി നിന്ന് കരയുമോ, അതോ മറ്റെല്ലാം മറന്ന് തൻ്റെ അടുത്തു വന്ന അവൾ തന്നെ പിച്ചിയും മാന്തിയും തന്നോടുള്ള ദേഷ്യം തീർക്കുമോ, അറിയില്ല. അതെന്ത് തന്നെയായാലും അവൾ തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായി തന്നെയാണ് താൻ അവൾക്ക് മുന്നിലേക്ക് ചെന്നത്. ഒടുവിൽ ആ ദേഷ്യമെല്ലാം അടങ്ങിക്കഴിയുമ്പോൾ ആ കാലിൽ വീണ് താൻ മാപ്പ് പറയും. എന്നിട്ട് അവളെ തൻ്റെ ഈ മാറോട് ചേർത്ത് നിർത്തും. അതോടെ തീരും ദേഷ്യവും പിണക്കവും ഒക്കെ. ഒപ്പം അവൻ്റെ മനസ്സിൽ 15 ദിവസങ്ങൾക്ക് മുമ്പ് താലി കെട്ടി കൊണ്ടുവന്ന് തൻ്റെ മുറിയിലാക്കിയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയ താൻ വരുന്നത് 15 ദിവസങ്ങൾക്ക് ശേഷം. കുറ്റബോധം കൊണ്ട് അവൻ്റെ മനസ്സ് വല്ലാതെ നീറി. ആ നീറ്റലിനിടയിൽ അവൻ സ്വയം പറഞ്ഞു, താലി കെട്ടിയ പുരുഷനൊപ്പം അവൻ്റെ വീട്ടിലേക്ക് ചെന്നു കയറുമ്പോൾ ഏതൊരു പെണ്ണിൻ്റെയും ആണിൻ്റെയും മനസ്സിലെ ഒരു വലിയ സ്വപ്നമാണ് ആദ്യ രാത്രി എന്ന ആ മഹനീയമായൊരു മുഹൂർത്തം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ സത്യം. ഇവിടെ തൻ്റെയും ദേവൂട്ടിയുടെയും ജീവിതത്തിൽ പക്ഷേ അങ്ങനെ ഒരു മുഹൂർത്തം അത് ഉണ്ടായില്ല. പകരം ആ രാത്രി കണ്ണീരിൽ കുതിർന്ന നിമിഷങ്ങളായിരുന്നു താൻ അവൾക്ക് നൽകിയത്. അറിഞ്ഞോ അറിയാതെയോ അതിന് കാരണമായത് താനാണ്, താൻ മാത്രം. അന്നത്തെ ആ രാത്രിക്ക് പകരമായി ദേവൂട്ടിക്ക് ഇനി എത്ര രാത്രികൾ കൂട്ടിയാലും അതിന് പകരമാകില്ല. അറിയില്ല, ദേവൂട്ടിയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ആ ഒരു രാത്രി കൊണ്ട് താൻ തകർത്തെറിഞ്ഞത്. എന്നിട്ടോ അതിൻ്റെ പേരിൽ എന്തെല്ലാം വേദനകളാണ് മറ്റുള്ളവർ ആ പാവത്തിന് നൽകിയിരിക്കുക ആവോ, അറിയില്ല. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ അവൾ അനുഭവിച്ച ആ വിഷമങ്ങൾക്കും വേദനകൾക്കും തനിക്ക് എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യാൻ കഴിയുക? ഊരും പേരുമറിയാത്ത ഈ നാട്ടിലേക്ക് തന്നെ വിശ്വസിച്ച് തനിക്കൊപ്പം ഇറങ്ങി വന്ന മിണ്ടാപ്രാണിയായ ഒരു സാധു പെൺകുട്ടി. അവൻ്റെ മനസ്സ് കുറ്റബോധത്താൽ നീറാൻ തുടങ്ങി. ആ നീറ്റലിനിടയിലും അവൻ്റെ മനസ്സിൽ എത്രയും വേഗം വീടെത്തിയിരുന്നുവെങ്കിൽ എന്ന ധൃതിയായിരുന്നു. അങ്ങനെ ഒടുവിൽ അവൻ്റെ ആഗ്രഹം പോലെ ആ കാർ ചെമ്പകശ്ശേരി തറവാടിൻ്റെ പ്രധാന കവാടം കടന്ന് തറവാട് മുറ്റത്തായി വന്നു നിന്നു. അതോടെ എല്ലാവരും കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ സമയം ജയകൃഷ്ണൻ്റെ മനസ്സിൽ, അറിയില്ല, വല്ലാത്ത ഒരുതരം കുറ്റബോധവും സങ്കടവും ഒക്കെയായി അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി തീർന്നു. ആ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും അവന് വല്ലാത്ത ഒരുതരം ഭയം പോലെ. ഒടുവിൽ അവൻ കാറിൽ നിന്നും ഇറങ്ങി. 15 ദിവസങ്ങൾക്ക് മുൻപേ താൻ ഇവിടെ നിന്നും പോകുമ്പോൾ വർണ്ണപ്പൂക്കൾ കൊണ്ടും കളർ ലൈറ്റുകൾ കൊണ്ടും മനോഹരമാക്കിയ വീടുമുറ്റവുമായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം പൊയ്മറഞ്ഞു. അന്നത്തെ ആ ആഘോഷത്തിന് ഒരു മാധുര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ, അറിയില്ല, പകരം കുറ്റബോധവും ഒരിക്കലും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ഞെട്ടലും അമ്പരപ്പും മാത്രമായിരുന്നു. ഒപ്പം മനസ്സ് കാണാൻ ആഗ്രഹിച്ച് കൊതിയോട് വന്ന മുഖം തേടിയുള്ള പരക്കം പാച്ചിലും ജിജ്ഞാസയുമായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ ജയകൃഷ്ണൻ 1 മിനിറ്റോളം മുറ്റത്തു തന്നെ നിന്നു. ഈ സമയം മറ്റുള്ളവർ ജയകൃഷ്ണനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ പക്ഷേ ജയകൃഷ്ണൻ കാണാൻ ആഗ്രഹിച്ച് കൊതിയോട് വന്ന ആ മുഖം മാത്രം ഉണ്ടായിരുന്നില്ല. അവൻ വീടിനകത്തേക്ക് കയറി ഹാളിലെ സെറ്റിയിൽ വന്നിരുന്നു. അതോടെ ആ വീട്ടിലെ എല്ലാവരും അവൻ്റെ അടുത്തെത്തി സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ജയകൃഷ്ണൻ അവരോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു. അതുകണ്ട ഭഗീരഥി മുകളിൽ അവൻ്റെ മുറിയിലേക്ക് പോയ ജയകൃഷ്ണനെ വിലക്കിക്കൊണ്ട് അവനെ വിളിച്ചു, ജയ. ഇപ്പോഴേ മുകളിൽ
പോകേണ്ട, താഴെ മുറി റെഡിയാക്കിയിട്ടുണ്ട്. അത് കേട്ട ജയകൃഷ്ണൻ ഭഗീരഥിയുടെ നേർക്കൊന്ന് നോക്കിയ ശേഷം പതിയെ പറഞ്ഞു, എനിക്കിപ്പോൾ ശരീരത്തിന് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. നടക്കുന്നതിൽ ബുദ്ധിമുട്ടുമില്ല. ആ സ്ഥിതിക്ക് മുകളിൽ എൻ്റെ മുറിയിൽ പോയി കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അവിടെ കിടന്നാലേ എനിക്ക് ഉറങ്ങാൻ കഴിയൂ. അതോടെ ഭഗീരഥി നിശബ്ദയായി. തുടർന്ന് ജയകൃഷ്ണൻ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ ജയകൃഷ്ണൻ്റെ മനസ്സിൽ തൻ്റെ അമ്മ ഭഗീരഥി തനിക്ക് മുറി മാറ്റി തന്ന് താഴെ കിടത്താൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അത് എന്താണെന്ന് അവന് മനസ്സിലായിരുന്നു. എന്നാൽ അതേക്കുറിച്ചൊന്നും അവൻ അപ്പോൾ അവരുമായി സംസാരിച്ചില്ല. ഒടുവിൽ ജയകൃഷ്ണൻ തൻ്റെ മുറിക്ക് മുന്നിലെത്തി നിന്നു. തുടർന്ന് മുറി തുറന്ന് അകത്തേക്ക് കയറി. ആ ഒരു നിമിഷം അറിയില്ല ജയകൃഷ്ണൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന്. അത്രമേൽ കലങ്ങിമറിഞ്ഞ് കഴിഞ്ഞിരുന്നു അവൻ്റെ മനസ്സ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി, ഹൃദയം വല്ലാതെ പിടഞ്ഞു. അകത്ത് കയറിയ ജയകൃഷ്ണൻ തൻ്റെ കട്ടിലിൽ വന്നിരുന്നു കൊണ്ട് മുറിയാകെ ഒന്ന് നോക്കി. എല്ലാം അടുക്കിയൊതുക്കി നല്ല നീറ്റാക്കി വച്ചിരിക്കുകയാണ് ദേവൂട്ടി. ആ നോട്ടത്തിനിടെ അവൻ കണ്ടു ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വാടിത്തുടങ്ങിയ ആ വിവാഹമാലകൾ. അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ആ മാലയുടെ അരികിലെത്തി. അതിൽ പതിയെ തൊട്ടു നോക്കി. ആ ഒരു നിമിഷം അവൻ്റെ മനസ്സിലൂടെ അന്ന് നടന്ന വിവാഹാഘോഷങ്ങൾ മിന്നൽ പിണർ പോലെ കടന്നുപോയി. പരസ്പരം വരണമാല്യങ്ങൾ ചാർത്തി മണ്ഡപത്തിൽ നിൽക്കുന്ന താനും ദേവൂട്ടിയും. മനോഹരമായ നിമിഷങ്ങൾ. ജയകൃഷ്ണൻ്റെ കണ്ണുകൾ വീണ്ടും അറിയാതെ ചുവന്നു കലങ്ങി. എത്രയധികം സന്തോഷത്തിലൂടെയാണ് അന്ന് താനും ദേവൂട്ടിയും കടന്നുപോയത്. ഒടുവിൽ തൻ്റെ ചെറിയൊരു എടുത്തുചാട്ടം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞു. അന്ന് താൻ അനുഭവിച്ചതും അറിഞ്ഞതും എല്ലാം പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. ആ സന്തോഷം ഇനി തനിക്കും ദേവൂട്ടിക്കും വീണ്ടും കിട്ടുമോ അറിയില്ല. അതോടെ അവൻ്റെ മനസ്സിൽ ദേവൂട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു നിറഞ്ഞു. അതേ തുടർന്ന് അവൻ്റെ മനസ്സിൽ താൻ കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ ആദ്യം കാണാൻ കൊതിച്ചെത്തിയത് ആ മുഖമായിരുന്നു. പക്ഷേ കണ്ടില്ല. ശേഷം വീടിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ എവിടെയെങ്കിലും ആ മുഖം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ അവിടെയും ആ മുഖം താൻ കണ്ടില്ല. ഒടുവിൽ ഈ മുറിയിലേക്ക് വരുമ്പോൾ തന്നോട് പിണങ്ങി ഈ മുറിയിൽ ആ മുഖം കാണുമെന്ന് തന്നെയും കാത്തിരിക്കുമെന്ന് കരുതി. എന്നാൽ അതും ഉണ്ടായില്ല. പിന്നെ തൻ്റെ ദേവൂട്ടി എവിടെ പോയി? താൻ ഇന്ന് വരുമെന്ന് അവളോട് ആരും പറഞ്ഞിരുന്നില്ലേ? അതോ താൻ വരുന്നതിന് മുമ്പേ തൻ്റെ വീട്ടുകാർ തന്നിൽ നിന്നും ആ പാവത്തെ അകറ്റാൻ വേണ്ടി അത്ര കണ്ട് വേദനിപ്പിച്ചതിനെ തുടർന്ന് സ്വന്തം ജീവനിൽ ഭയന്ന് അവൾ സ്വയം കൃഷ്ണപുരത്തേക്ക് പോയി കാണുമോ? അതിനും സാധ്യതയില്ലാതെയില്ല. ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് വച്ചാൽ അതിനും മനസ്സും മനസാക്ഷിയുമില്ലാത്ത തൻ്റെ വീട്ടുകാരോട് അതിനും കഴിയില്ല. അതോടെ ദേവൂട്ടി എവിടെ പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് ജയകൃഷ്ണൻ ആ മുറിയിൽ അങ്ങനെ തന്നെ ഇരുന്നു. ഇതിനിടെ അയൽവാസികളും ചില സുഹൃത്തുക്കളും ജയകൃഷ്ണൻ ആശുപത്രിയിൽ നിന്ന് വന്ന വിവരമറിഞ്ഞ് അവനെ കാണാനും സുഖവിവരങ്ങൾ അന്വേഷിക്കുവാനുമായി വന്നുപോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ താൻ കാണാൻ കൊതിയോടെ ആഗ്രഹിച്ചു വന്ന ആ ഒരു മുഖം മാത്രം അവന് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ജയകൃഷ്ണൻ ചെമ്പകശ്ശേരിയിലെത്തിയിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ദേവൂട്ടി അവൾ മാത്രം ജയകൃഷ്ണനെ അല്ല, അവളുടെ ഭർത്താവിനെ ഒന്ന് കാണാൻ ഇതുവരെ വന്നിട്ടില്ല. ഇക്കഴിഞ്ഞ 15 ദിവസം രാത്രിയും പകലും ആ ഒരു മുഖമൊന്ന് കാണാൻ കണ്ണീരോടെ കാത്തിരുന്ന ദേവൂട്ടി ഇപ്പോൾ ജയകൃഷ്ണൻ തൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ഒന്ന് കാണാൻ പോയില്ല. പകരം അവനിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അവളുടെ ആ ഒഴിഞ്ഞു മാറ്റത്തിന് അവൾക്ക് അവളുടേതായ പലരുടെയും അഭിപ്രായങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ കാരണമായി അവൾക്ക് മുന്നിൽ നിന്നത് അവളുടെ ആ ജാതകദോഷമെന്ന എല്ലാവരും പാടിപ്പറഞ്ഞു നടക്കുന്ന ആ ഒരു വലിയ നുണക്കഥ തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞെത്തിയ ആ രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ജയകൃഷ്ണനുണ്ടായ ആ അപകടം അത് ദേവൂട്ടിയുടെ നാളിന് വന്ന ദോഷം കൊണ്ട് തന്നെ ആണ് സംഭവിച്ചതെന്ന് ആരൊക്കെയോ പറഞ്ഞു പരത്തിയ നുണക്കഥ ദേവൂട്ടിയും വിശ്വസിച്ചു പോകുന്നു. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ജയകൃഷ്ണന് അങ്ങനെയൊരു അപകടം സംഭവിച്ചത് താൻ കാരണമാണെന്ന് പറഞ്ഞ് പലതവണ അവളെ തന്നെ ശപിച്ചു. മാത്രമല്ല അവർ ഇരുവരും തമ്മിലുള്ള ഈ ഒരു കൂടിച്ചേരൽ കൊണ്ട് തൻ്റെ ജയേട്ടന് ഇങ്ങനെയൊരു അപകടം സംഭവിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ ഈ വിവാഹത്തിന് താൻ ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല എന്ന് അവൾ സ്വയം പറഞ്ഞു. ഒപ്പം ഭഗവാനോട് മാപ്പ് പറഞ്ഞു. ഇനി തൻ്റെ ജയേട്ടന് തൻ്റെ പേരിൽ ഒരാപത്തും സംഭവിക്കരുതെന്നും ഇപ്പോൾ ഉണ്ടായ ഈ അപകടത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ഒരു കാര്യം മനസ്സിൽ വല്ലാതെ തറഞ്ഞു പോയത് കൊണ്ട് തന്നെ ജയകൃഷ്ണന് മുന്നിലേക്ക് വീണ്ടും ചെല്ലാൻ അവൾ വല്ലാതെ ഭയന്നു. അതേ തുടർന്ന് ആണ് അവന് മുന്നിൽ ദേവൂട്ടി ഇങ്ങനെയൊരു ഒളിച്ചുകളി നടത്തിയത്. അത് എത്ര നേരം എന്നൊന്നും അവൾക്ക് അറിയില്ല.
പരമാവധി ജയകൃഷ്ണനിൽ നിന്നും ഒഴിഞ്ഞു മാറുക. അതായിരുന്നു ദേവൂട്ടിയുടെ തീരുമാനം. ദേവൂട്ടി അങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോഴും ആ മനസ്സിൽ ജയകൃഷ്ണൻ്റെ ആ മുഖമൊന്ന് കാണാൻ കഴിയാത്തതിൻ്റെ വിഷമം തെല്ലൊന്നുമായിരുന്നില്ല അവളുടെ മനസ്സിനെ അലട്ടിയിരുന്നത്. എങ്കിലും എല്ലാ വിഷമവും ഉള്ളിലൊതുക്കി ഇനി ഒരിക്കൽ കൂടി താൻ കാരണം അവളുടെ ജയേട്ടന് ആപത്ത് വരുന്ന യാതൊന്നും തന്നെ ചെയ്യാൻ അവൾക്ക് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇതൊന്നും അറിയാതെ ഇരിക്കുന്ന ജയകൃഷ്ണൻ്റെ മനസ്സിൽ മരണത്തിൽ നിന്നും തിരിച്ചെത്തിയ തന്നെ കാണാൻ ആശുപത്രി കിടക്കയിലും വീട്ടിലുമായി കൂട്ടുകാരും ബന്ധുക്കളും സകലരും വന്നു കഴിഞ്ഞു. എന്നാൽ താൻ കാണാൻ ആഗ്രഹിച്ച ഒരു നോട്ടത്തിലൂടെ തൻ്റെ മനസ്സിനും ശരീരത്തിനുമേറ്റ വേദനകൾക്ക് ശാന്തത നൽകാൻ കഴിവുള്ള ആ ഒരാൾ മാത്രം ഇതുവരെ തന്നെ കാണാൻ എന്തേ തൻ്റെ അടുത്തേക്ക് വന്നില്ല എന്ന വലിയൊരു ചോദ്യം ഉയർന്നു വന്നു. മാത്രമല്ല ആ ഒരു കാര്യം ജയകൃഷ്ണൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായി തീർന്നു. തുടർന്ന് തന്നെ കാണാൻ എല്ലാവരും വന്നുപോയി കഴിഞ്ഞപ്പോൾ ദേവൂട്ടി അവൾ തന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയോടെ ജയകൃഷ്ണൻ കട്ടിലിൽ കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു. അപ്പോഴും ആ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ സമയം അത് പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ സമയം 1:30. ഭഗീരഥി ജയകൃഷ്ണൻ്റെ അടുത്തെത്തി. ഉച്ചഭക്ഷണം കഴിക്കാൻ ജയകൃഷ്ണനെ വിളിക്കാൻ വന്നതായിരുന്നു അവർ. അവനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതിന് ശേഷം ഭഗീരഥി ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി താഴെ ഹാളിലേക്ക് നടന്നു. അതോടെ ജയകൃഷ്ണൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം താഴെ ഹാളിലേക്ക് നടന്നു. തുടർന്ന് ഡൈനിങ് ഹാളിലെത്തി. അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ തൻ്റെ വീട്ടിലുള്ളവരും ഒപ്പം തന്നെ കാണാൻ ബന്ധുക്കളും ആ ഡൈനിങ് ടേബിളിന് ചുറ്റുമായി ഇരിക്കുന്നുണ്ടായിരുന്നു. തനിക്കുള്ള ഒരു കസേര അത് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. ജയകൃഷ്ണൻ ആ ഒഴിഞ്ഞുകിടന്ന കസേരയിലേക്ക് ചെന്നിരുന്നുകൊണ്ട് പതിയെ ചുറ്റുമിരിക്കുന്നവരെയെല്ലാം വീണ്ടും ഒന്നുകൂടി നോക്കി. ജയകൃഷ്ണൻ്റെ ആ നോട്ടത്തിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ തൻ്റെ ദേവൂട്ടി ഉണ്ടോ എന്നായിരുന്നു അവൻ നോക്കിയത്. എന്നാൽ അവിടെയും ദേവൂട്ടിയെ കണ്ടില്ല. അതോടെ അവൻ്റെ മനസ്സിൽ പിന്നെ അവളിതെവിടെ പോയി എന്ന ചിന്തയായി. ഒപ്പം മറ്റൊന്നുകൂടി അവൻ ഓർത്തു. ആശുപത്രിയിൽ നിന്നും വന്ന തന്നെ കാണാൻ ഈ വീട്ടിലും പുറത്തുമുള്ള ഒട്ടുമിക്ക പേരും വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ളത് നാണിയമ്മയും ദേവൂട്ടിയും മാത്രമാണ്. അങ്ങനെയെങ്കിൽ ദേവൂട്ടി നാണിയമ്മയ്ക്കൊപ്പം അടുക്കളയിൽ ആയിരിക്കും, അല്ലാണ്ട് മറ്റെങ്ങോട്ടും പോകില്ല. നോക്കാം എന്താണ് സത്യമെന്ന്. അതല്ല, താൻ സംശയിക്കുന്നത് പോലെ തനിക്ക് ഈ അപകടമുണ്ടായതിനെ ചൊല്ലി തൻ്റെ വീട്ടുകാർ ദേവൂട്ടിയെ ഉപദ്രവിച്ചതിനെ തുടർന്ന് അവൾ ഇനി കൃഷ്ണപുരത്തേക്ക് തിരിച്ചു പോയി കാണുമോ? അവൻ ആലോചിച്ച്. ഇല്ല, അങ്ങനെ പോകാൻ വഴിയില്ല. കാരണം അത്ര ദൂരം ദേവൂട്ടി തനിച്ചു പോകില്ല. പിന്നെ അവൾ ഇതെവിടെ പോയി? ജയകൃഷ്ണന് അവളെക്കുറിച്ചോർത്ത് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. അതോടെ അവന് വിശപ്പും ദാഹവും ഒന്നും തോന്നിയില്ല. എങ്കിലും വീട്ടുകാർക്ക് മുന്നിൽ തൻ്റെ വിഷമം അത് കാണിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവർക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇരുന്നു.